ഹായ് നമസ്കാരം. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന അധ്യാപകർക്കുള്ള ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനാണ് ആർമി പബ്ലിക് സ്കൂൾ എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഡേറ്റുകൾ, അതിനകത്തെ ക്വാളിഫിക്കേഷൻ, അതിന് അപ്ലൈ ചെയ്യേണ്ട രീതി, അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും എന്തെല്ലാം ക്വാളിഫിക്കേഷനാണ്, അതിൻ്റെ സിലബസ് എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു എക്സാം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ 3 ലെവലിൽ, അതായത് PGT പോസ്റ്റ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സിന് ഉള്ള ലെവൽ, അത് 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിപ്പിക്കേണ്ട അധ്യാപകരാണ്, അവർക്കുള്ളൊരു എക്സാമാണ്. അതുപോലെ തന്നെ പ്രൈമറി ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് PRT എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചേഴ്സ് TGT, നമുക്കറിയാം UP ലെവലിൽ നമ്മൾ പറയുന്ന ആ ഒരു ലെവലിലുള്ള ടീച്ചേഴ്സിൻ്റെ എക്സാമാണ് TGT എക്സാം. ഇങ്ങനെ 3 ലെവലുകളായിട്ടാണ് ആർമി പബ്ലിക് സ്കൂൾ ടീച്ചേഴ്സിനുള്ള ആ ഒരു സെലക്ഷൻ പ്രോസസ്സ് നടത്തുന്നത് എന്ന് മനസ്സിലാക്കുക. ഈ ഒരു പ്രോസസ്സ് 3 സ്റ്റേജിലൂടെയാണ്, 3 സ്റ്റേജസിലായിട്ടാണ് നടക്കുന്നത്. ഒന്ന് ഓൺലൈൻ സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ ഇൻ്റർവ്യൂ ഉണ്ട്, ദെൻ ഇവാലുവേഷൻ ഓഫ് ടീച്ചിങ് സ്കിൽസ് ആൻഡ് കമ്പ്യൂട്ടർ പ്രൊഫഷൻസ്. ഇത്രയും കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷമാണ് നമുക്ക് ആ ജോലിയിലേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുക. ഇതിനെ സംബന്ധിച്ചുകൊണ്ട് ജനറലായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് ഇതിൽ ഓരോ PGT, TGT, PRT ഒക്കെ എഴുതാൻ പറ്റുക എന്നുള്ളതാണ്. PGT പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവരും അതുപോലെ B.Ed ഉള്ളവർക്കുമാണ് എഴുതാൻ പറ്റുക. പോസ്റ്റ് ഗ്രാജുവേഷൻ പ്ലസ് B.Ed ആണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ ആയിട്ട് വരുന്നത്. 50% മാർക്ക് പോസ്റ്റ് ഗ്രാജുവേഷനിൽ നേടിയിരിക്കണം, B.Edലും നേടിയിരിക്കണം. TGTയിലേക്ക് വരുമ്പോൾ ഗ്രാജുവേഷൻ ആണ്, അതിൽ 50% മാർക്ക് ഉണ്ടാവണം, B.Edും ഉണ്ടായിരിക്കണം 50%. അതുപോലെ PRT എന്ന് പറയുന്നത് 50% മാർക്ക് നേടിക്കൊണ്ട് ഡിഗ്രി ഗ്രാജുവേഷൻ ലഭിച്ചവരും, അതേപോലെ തന്നെ 2 ഇയർ DLed, BLed ഇതിലേതെങ്കിലും ക്വാളിഫൈഡ് ആയവരോ, അല്ലെങ്കിൽ B.Edന് ശേഷം PDPET അഥവാ അതിൻ്റെ ബ്രിഡ്ജ് കോഴ്സ് NCT റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് നേടിയിട്ടുള്ളവർക്കോ ഈ പറയുന്ന രീതിയിൽ PRTയുടെ എക്സാമും എഴുതാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ അതത് ക്വാളിഫിക്കേഷൻസിൻ്റെ ലെവൽ അനുസരിച്ചുകൊണ്ട് CTET ക്വാളിഫിക്കേഷൻ, ടെറ്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കായിരിക്കും എഴുതാൻ പറ്റുക എന്നുള്ളത് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷനിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും. PGTക്ക് അങ്ങനെ ഒരു CTET നിലവിൽ പറയുന്നുമില്ല. അതുകൊണ്ട് TGTക്കും PRTക്കും ഒക്കെയാണ് അത് വാലിഡായിട്ട് വരിക എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഏതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ്സ്? സെപ്റ്റംബർ 10 തീയതിയാണ്, 2024 സെപ്റ്റംബർ 10 മുതൽ ഒക്ടോബർ 25 വരെയാണ് ഇതിൻ്റെ രജിസ്ട്രേഷനുള്ള ടൈം എന്ന് പറയുന്നത്. അഡ്മിഷൻ ടിക്കറ്റ്, അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് നവംബർ 12 നിങ്ങൾക്ക് സൈറ്റിൽ നിന്ന് ലഭ്യമാവും. എക്സാമിനേഷൻ നടക്കുന്നത് 23, 24 തീയതികളാണ്. നവംബർ 23, 24 ഈ വർഷം നവംബർ 23, 24 തീയതികൾ വളരെ പെട്ടെന്നാണ് എക്സാം കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ഈ എക്സാം ഡേറ്റ് കൂടി അവിടെ മനസ്സിലാക്കിയിരിക്കുക. ദെൻ 25 നവംബർ ഒരു റിസർവ് ഡേ ആയിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. റിസൾട്ട് ഡിസംബർ 10 പബ്ലിഷ് ചെയ്യും എന്നുള്ളതാണ് അവർ നിലവിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ടെൻറ്റേറ്റീവ് ടൈം ലൈൻ എന്ന് പറയുന്നത്. അതിൽ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഇതാണ് അതിനെക്കുറിച്ച് ജനറൽ ആയിട്ട് അറിയാനുള്ള കാര്യങ്ങൾ. ഇനി ഓരോ സബ്ജക്റ്റിൻ്റെയും സിലബസും അതേപോലെ തന്നെ ഓരോ സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ, അതിൻ്റെ ബ്ലൂ പ്രിന്റും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ ആണ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം എന്ന് താഴെ കമൻറ്റ് ചെയ്യൂ. അതനുസരിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ആർമി പബ്ലിക് സ്കൂളിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ എക്സാമും വരും. അതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് പ്രിപ്പയർ ചെയ്യുക. ഓരോ ലെവലിലും PGT, PRT, TGTക്കൊക്കെ എങ്ങനെയാണ് സിലബസ് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് മുമ്പോട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഡൗട്ടുള്ള ഏതൊക്കെ സബ്ജക്റ്റിനെ കുറിച്ചാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.